നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്ക് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടെങ്ങും വൻ തയ്യാറെടുപ്പുകൾ. 2 മില്യൺ പ്ലഡ്ജിനൊരുങ്ങി കോഴിക്കോട്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് 20 ലക്ഷം പൗരന്മാർ ഒരുമിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെയ്യും. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് 20 ലക്ഷം പേർ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കുക. സ്കൂളുകൾ, കോളേജുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, സാക്ഷരതാ പ്രവർത്തകർ, വിവിധ തൊഴിലാളി സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ തുടങ്ങി വിവിധ മേഖലകളിലെ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും പരിപാടിയുടെ ഭാഗമാകും. ജൂൺ 26-ന് നടക്കുന്ന 2 മില്യൺ പ്ലഡ്ജ് പരിപാടിയിൽ ജില്ലയിലെ 20 ലക്ഷം പേർ പങ്കാളികളാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങി വിവിധ മേഖലകളിലെ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും പരിപാടിയുടെ ഭാഗമാകും. അയൽക്കൂട്ടങ്ങൾ, വാർഡ് തല ജാഗ്രതാ സമിതികൾ, സ്കൂളുകൾ തുടങ്ങിയവയിലൂടെ ഓരോ വ്യക്തിയിലേക്കും എത്തി ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കുകയാണ് ലക്ഷ്യം. നാടിനായി നാളേക്കായി ഒന്നിക്കാം എന്ന സന്ദേശത്തിലാണ് 2 മില്യൺ പ്ലഡ്ജ് ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ സർക്കാരിതര സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് 20 ലക്ഷം പേർ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കുക. ഒരു കുഞ്ഞുണ്ടാവുക എന്നത് ഏതൊരു ദമ്പതികളുടെയും സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ കടം വാങ്ങിയും ലക്ഷങ്ങൾ മുടക്കിയുമാണ് പലരും വന്ധ്യതാ ചികിത്സയ്ക്കായി തയ്യാറെടുക്കുന്നത്. എന്നാൽ പല കാരണങ്ങളാൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് ആശ്രയവും പ്രതീക്ഷയുമായി മാറുകയാണ് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന കോഴിക്കോട്ടെ ജനനി വന്ധ്യതാ നിവാരണ കേന്ദ്രം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി പ്രവർത്തനം. ലക്ഷങ്ങൾ മുടക്കി IVF, IUI പോലുള്ള ചികിത്സകൾ നടത്തി നിരാശരായവരിൽ പലർക്കും ജനനി പ്രതീക്ഷയുടെ പുതുവെളിച്ചമായിട്ടുണ്ട്. വന്ധ്യതാ ചികിത്സാ രംഗത്ത് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് 2012 ഓഗസ്റ്റിൽ ആരംഭിച്ച പദ്ധതിയാണിത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി പ്രവർത്തനം. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. ജനനിയിലെ ചികിത്സയിലൂടെ കോഴിക്കോട് കണ്ടംകുളങ്ങര ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ഇതുവരെ 421 കുഞ്ഞുങ്ങളാണ് പിറന്നത്. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. ജില്ലയിലെ നാഷണൽ ആയുഷ് മിഷൻ കരാർ അടിസ്ഥാനത്തിൽ ആയുർവേദ പുരുഷ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് ജൂൺ 20-ന് രാവിലെ 10:30-ന് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യത സംസ്ഥാന സർക്കാരിന്റെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ്. ഏകീകൃത ശമ്പളം 14,700 രൂപ. പ്രായപരിധി 2025 ജൂൺ 1-ന് 40 വയസ്സ് കവിയരുത്. താൽപര്യമുള്ളവർ വയസ്സ്, യോഗ്യത, അഡ്രസ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജില്ലാ പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ട് യൂണിറ്റ്, നാഷണൽ ആയുഷ് മിഷൻ, ജില്ലാ ആയുർവേദ ആശുപത്രി, ബഡ് റോഡ്, വെസ്റ്റ് ഹിൽ, ചുങ്കം ഓഫീസിൽ എത്തിച്ചേരണമെന്ന് ജില്ലാ പ്രോഗ്രാം മാനേജർ അറിയിച്ചു. ഫോൺ നമ്പർ 8078223001. പ്രവർത്തന കാര്യക്ഷമത നേടാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്കായി വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സംരംഭകത്വ വികസന ഇൻസ്റ്റിറ്റ്യൂട്ടായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് 5 ദിവസത്തെ ഗ്രോത്ത് പൾസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ജൂൺ 17 മുതൽ 21 വരെ കളമശ്ശേരിയിൽ KIED ക്യാമ്പസിലാണ് പരിശീലനം. സംരംഭം തുടങ്ങി 1 വർഷമെങ്കിലും ആയ സംരംഭകർ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ്സ് എന്നിവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. ഓൺലൈനായി ജൂൺ 12-നകം അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 048425322890 അല്ലെങ്കിൽ 25503222 അല്ലെങ്കിൽ 9188922785. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ആശുപത്രി വികസന സൊസൈറ്റിക്കു കീഴിൽ താൽക്കാലികമായി ദിവസവേതാടിസ്ഥാനത്തിൽ സ്റ്റാഫ് നഴ്സ് ജീവനക്കാരെ നിയമിക്കുന്നതിനായി ജൂൺ 13-ന് രാവിലെ 9 മുതൽ 11 മണി വരെ ആശുപത്രി കോൺഫറൻസ് റൂമിൽ അഭിമുഖം നടത്തുന്നു. യോഗ്യത GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ്. പ്രായപരിധി 21 മുതൽ 45 വരെ. പ്രതിദിനം 850 രൂപയാണ് വേതനം. ഒഴിവുകൾ നിലവിൽ 1. കൂടുതൽ ഒഴിവുകൾ വന്നേക്കാം. ദൂരപരിധി ഹോമിയോ കോളേജിൽ നിന്നും വാസസ്ഥലത്തേക്ക് 10 കിലോമീറ്റർ. സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും സഹിതം എത്തണമെന്ന് സൂപ്രണ്ട് അറിയിക്കുന്നു. ഫോൺ നമ്പർ 0495237198.
കോഴിക്കോട് തിരുത്തിയാട് IHRDയുടെ കീഴിലെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ ബാച്ചുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ആധാർ കാർഡിന്റെയും മാർക്ക് ലിസ്റ്റിന്റെയും പകർപ്പും ഒരു ഫോട്ടോയും സഹിതം സ്കൂളിൽ നേരിട്ടെത്തി അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0495272107 അല്ലെങ്കിൽ 9447885352. ഗവൺമെന്റ് ITIകളിലെ ഏകവത്സര ദ്വിവത്സര ട്രേഡുകളിലേക്ക് 2025 വർഷത്തേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരുവമ്പാടി ഗവൺമെന്റ് ITIയിലെ ഡ്രാഫ്റ്റ്സ്മാൻ, ഇലക്ട്രീഷ്യൻ എന്നീ ദ്വിവത്സര ട്രേഡുകളിലേക്കും ഏകവത്സര കോഴ്സായ പ്ലംബർ ട്രേഡിലേക്കും അപേക്ഷിക്കാം. സ്ക്രീനിൽ കാണുന്ന പോർട്ടൽ വഴിയും വെബ്സൈറ്റിൽ ഉള്ള ലിങ്ക് മുഖേനയും ജൂൺ 20 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് 100 രൂപ. ഫോൺ നമ്പർ 0495225407. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.